ഇതോടുകൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല. വെറുതെ വീട്ടിലിരിക്കരുത്. ചില ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവേ ഒരു സ്ഥാപനം തുടങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്ന്. ഈ GST രജിസ്ട്രേഷൻ എടുത്താൽ ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ID പ്രൂഫ് എടുക്കാൻ സുഖമാണ്. അതിനുശേഷം അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉപകാരം എന്നാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പാസ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും വിദേശത്ത് പോകണമെന്നില്ല. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ നിർബന്ധമായിട്ടും വണ്ടി ഓടിക്കണമെന്നില്ല. അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്താൽ മതി. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം കമ്പനി ആയിട്ടോ LLP ആയിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് കൂടി ആനുവലി റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അതുപോലെ നിങ്ങൾ പാർട്ണർഷിപ്പ് ഫേമോ സോൾ പ്രോപ്പർട്ടർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. GST രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ GST നമ്പർ നിങ്ങളെ നെയിം ബോർഡിൽ വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ നെയിം ബോർഡ് ഉണ്ടാവും, അതിൽ നിങ്ങളെ കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ GST നമ്പർ കൂടി ആ നെയിം ബോർഡിൽ മെൻഷൻ ചെയ്യണം. ഇതിന് ശേഷം നമ്മുടെ ഓഫീസിൽ, അതായത് നമ്മുടെ ബിസിനസ് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ആ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ച് നല്ല ഭംഗിയിൽ അതും കൂടി ഡിസ്പ്ലേയിൽ വെക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഇല്ലെങ്കിൽ അതിന് പെനാൾട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും GST നമ്പർ എല്ലാ ഡോക്യുമെൻറ്റ്സിലേഷനും കൊടുക്കാനും ശ്രമിക്കുക. GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം GST ബില്ല് എങ്ങനെ ഇഷ്യൂ ചെയ്യാമെന്നാണ്. GST ഇൻവോയ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ തരം GST ആണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പം ഇതിൽ ബില്ലിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ്, ആർക്കാണോ ബില്ല് ചെയ്യേണ്ടത്, അതുപോലെ ഇൻവോയ്സ് നമ്പറും ഡേറ്റും, ഒപ്പം തന്നെ ഏതൊക്കെ GST ആണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്ഥാപനം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് GST, CGST പറഞ്ഞിട്ടാണ് GST കളക്ട് ചെയ്യുക. അതായത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പൊതുവേ പറയുക. അത് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ്. അപ്പോൾ 18% ഒരു വസ്തുവാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സേവനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ST GST ആയിട്ട് 9%, CGST ആയിട്ട് 9% ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കേരളത്തിന് പുറത്തേക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ IGST എന്നുള്ള പേരിൽ 18% ഒറ്റ തവണയായിട്ട് നമ്മൾ കളക്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ടിനാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുക. ഇതാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. ഇനി അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ടാക്സിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ഗുഡ്സ് ആണെങ്കിലും അല്ല നിങ്ങൾ എന്തെങ്കിലും സേവനങ്ങൾ നേടുകയാണെങ്കിലും അത് ബിസിനസ്സിന് ആവശ്യമുള്ള സേവനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന കൺസെപ്റ്റാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് മിസ്റ്റേക്ക് പറ്റാറുള്ളത് ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉപയോഗിക്കുമ്പോഴാണ്. അതായത് ചില ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാർ വാങ്ങിക്കുന്നതാണെങ്കിൽ, അതുപോലെ നമ്മളെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലുള്ള ഐറ്റംസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ല എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ എത്രയ്ക്കാണോ നിങ്ങളെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ക്രെഡിറ്റുകൾ എത്രയ്ക്കാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളുടെ ആ പർച്ചേസ് ചെയ്യുന്ന ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ പർച്ചേസ് ചെയ്യുന്ന പാർട്ടി GST ഫയൽ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർ GST ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ. നമ്മൾ GSTയുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ അവർ GST ഫയൽ ചെയ്യുന്ന ആളാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി നമ്മളെ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ബില്ല് നമ്മളെ 2B അല്ലെങ്കിൽ നമ്മുടെ GSTയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ GSTയുടെ ലോഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2B എന്ന് പറഞ്ഞ ഒരു ഫോം കിട്ടും. ആ ഫോമിൽ എന്തുണ്ടാവും, നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന് കാണും. അതായത് മറ്റേ പാർട്ടി പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മളെ 2Bയിൽ ഈ ബില്ലുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബില്ല് വേണം. അതേപോലെ മറ്റേ പാർട്ടി GST രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർ GST കറക്റ്റായിട്ട് ഫയൽ ചെയ്ത ആൾക്കാരായിരിക്കണം. അടുത്ത എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ GST എടുത്തിട്ട് എല്ലാ മാസവും മിണ്ടാതിരുന്നാൽ പോരാ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 2 റിട്ടേൺ ആണ് നമ്മൾ എല്ലാ മാസവും ഫയൽ ചെയ്യേണ്ടത്. ഒന്ന് GSTR 1ഉം 2 GST 3Bയും.
GSTR1 എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ നമ്മളെ ടോട്ടൽ സെയിലുകളുള്ളത് അത് ബിസിനസ് ടു ബിസിനസ് ആവാം. അതായത് GST നമ്പർ ഉള്ള ഒരാൾ GST നമ്പർ ഉള്ള വേറെ ആൾക്ക് കൊടുക്കുന്നതിനാണ് ബിസിനസ് ടു ബിസിനസ് B2B ബില്ലുകൾ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ സാധാരണ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ B2C എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബില്ലുകളും, അതായത് ഈ രണ്ട് ബില്ലിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, GSTR1 എന്ന് പറഞ്ഞ ഫോം ഉപയോഗിച്ച് എല്ലാ മാസവും 11-ാം തീയതിക്കുള്ളിൽ തന്നെ എന്തായാലും ഗവൺമെൻറ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതായത് ടോട്ടൽ എത്രയാണോ നമ്മളെ സെയിൽ ബില്ലുള്ളത്, അതായത് ഔട്ട്വേർഡ് എന്ന് പറയും, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും, എത്രയാണോ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് GSTR1 എന്നുള്ള ഫോം ഉപയോഗിക്കുന്നത്. ഏകദേശം നമ്മൾ GSTR1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തോ അവരും ഇതേപോലെ GSTR1 ഫയൽ ചെയ്യും. അപ്പോൾ GSTR2B എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആവും. GSTR2B എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് GSTR1 ഫയൽ ചെയ്താൽ മാത്രമേ GSTR2B ജനറേറ്റഡ് ആവുള്ളൂ. പൊതുവെ ഈ GSTR2B 11-ാം തീയതി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 14-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കാണ് GSTR2B എത്താറുള്ളത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണ് GSTR3B എന്ന് പറയുന്നത്. അതായത് GSTR1 പറഞ്ഞു, 2B പറഞ്ഞു, ഇനി 3B ആണ്. അതിൽ 2B നമ്മളൊന്നും ചെയ്യാനില്ല, 1 മാത്രമേ നമ്മൾ ഫയൽ ചെയ്യേണ്ടുള്ളൂ. 3B എന്ന് പറഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ആണ് നമ്മൾ GST റിട്ടേണിലേക്ക് അടയ്ക്കാനുള്ളത്, അതായത് എത്രയാണ് അടുത്ത മാസത്തേക്ക് ക്രെഡിറ്റ് ഫോർവേഡ് ചെയ്യാനുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ സെയിൽ ചെയ്തപ്പോൾ എത്ര GST എമൗണ്ട് കളക്ട് ചെയ്തോ അതിനെന്ന് പറയും നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. അതിൽ നിന്ന് എത്ര എമൗണ്ട് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടോ, അതായത് 2Bയിൽ എത്ര ബില്ലുകളുണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ എക്സസ് ടാക്സ് ആണെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുണ്ടോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, GSTയുടെ വെബ്സൈറ്റ് ഇടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് GSTയുടെ സൈറ്റിൽ വല്ല നോട്ടീസസ് ഉണ്ടോ അല്ലെങ്കിൽ വല്ല പെനാൽറ്റികളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. നല്ലതാണ്. നിങ്ങൾ രജിസ്റ്റർ ആയി കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലേക്ക് ആയിരിക്കും നോട്ടീസ് വരിക, അല്ലാതെ നിങ്ങൾക്ക് പോസ്റ്റലി ലെറ്റർ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്തായാലും GSTൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അതുപോലെ ഇനി നിങ്ങൾക്ക് GST വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GST നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുക. GST ക്യാൻസലേഷൻ അപ്ലൈ ചെയ്ത് GSTയുടെ അവസാനത്തെ റിട്ടേൺ കൂടി ഫയൽ ചെയ്തിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു.